ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫസീല ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു തുള്ളി എണ്ണ പോലും ഉപയോഗിക്കാതെ പൊരിക്കാതെ ഉള്ളൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ അരിപ്പൊടി എടുത്തു, തേങ്ങ ചിരവിയത്, മല്ലിച്ചപ്പ് ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്, പിന്നെ കുറച്ച് ചെറിയ ജീരകം. ഇനി നമുക്ക് വലിയ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ നെയ്യാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മാവിന് നല്ലൊരു സോഫ്റ്റ് കിട്ടാനൊക്കെയാണ്, ടേസ്റ്റും സോഫ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്യ് ചേർത്തത്. ഇനി തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ മാവ് കുറച്ചൊരു വേവായി കിട്ടും. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ച് എടുക്കാം. ഇനി നമുക്കൊരു പാനിൽ എണ്ണ ഒഴിച്ച് കുറച്ച് സവാള ചെറുതായി കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി ചെറുതായി അരിഞ്ഞത് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ട്. ഇനി ഞാൻ 2 മുട്ട പുഴുങ്ങി ഇതുപോലെ അരിഞ്ഞെടുത്ത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അധികം എണ്ണയൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടത്. അപ്പോൾ ഇനി കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതുപോലെ കൈ കൊണ്ട് ഇതുപോലെ ഷേപ്പ് ആക്കി കൊടുക്കാം. ഇങ്ങനെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ മസാല. ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കണം. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ് കേട്ടത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇങ്ങനെ എല്ലാ ഉരുളകളും ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഉള്ളിൽ ഫില്ലിങ് നിറച്ചെടുത്തു. അപ്പോൾ ഹെൽത്തിന് നല്ലൊരു റെസിപ്പിയാണ് കേട്ടത്. ഇനി നമുക്ക് ഇഡലി തട്ടിൽ ഇതുപോലെ വാഴയില വെച്ച് നമുക്ക് ഇതുപോലെ ഉരുളകൾ വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്ന് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഡിഷ് റെഡിയായി. ഇനി ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ഡിഷ് നമുക്ക് പാനിലൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ വേണമെങ്കിൽ. അപ്പോൾ നമ്മുടെ ഡിഷ് റെഡിയായി. അപ്പോൾ പൊരിക്കാതെ കരിക്കാതെ ഒക്കെ ഉള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ റെസിപ്പിയാട്ടോ ഇത്. അപ്പോൾ നമുക്കിതൊന്ന് ഇനി മുറിച്ച് നോക്കാം. എണ്ണയില്ലാത്ത പലഹാരങ്ങൾ കഴിക്കുന്നതാണ് കൂടുതൽ നമുക്ക് നല്ലത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.